മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ചാണല്ലോ. ഞങ്ങളിപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. സാറിനും ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം? എൻ്റെ ചോദ്യം സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. എൻ്റെ കുട്ടിക്കാലവും നിങ്ങളുടെ കുട്ടിക്കാലവും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രണ്ട് ഭാഗങ്ങളാണ്. ഞാൻ പഠിച്ച കാലത്ത് വളരെ കഷ്ടപ്പെട്ട്, ഇന്ന് നിങ്ങൾക്ക് കഷ്ടപ്പാടറിയില്ല സത്യം പറയുകയാണെങ്കിൽ. ഇന്ന് സമൂഹം ഒന്നടങ്കം വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നൊരവസ്ഥയിലാണത്. ഞാൻ അന്ന് പഠിച്ചത് വാണിമേൽ UP സ്കൂളിൽ മാത്രമേ ആദ്യം അടുത്തുള്ള ഒരു വീട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സ്കൂളുണ്ടായിരുന്നില്ല. വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ നടന്ന് പോയി പഠിച്ചതാണ്. എൻ്റെ പിതാവ് എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന്മാർ 2 ഏട്ടന്മാരും ഒരു അനുജനും മാത്രം ഉണ്ടായിരുന്നു. അനുജൻ ഒരു അധ്യാപകനാണ്, അബ്ദുറഹ്മാൻ മാഷ് എന്ന് പറയും. ഇതിൻ്റെ മുമ്പ് മരിച്ചു പോയതാണ്. വെള്ളിയോടൊക്കെ മാഷായിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയതാണ്. വട്ടോളിയൊക്കെ നടന്നിട്ടാണ്. ആ കാലത്തെ നടത്തമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ബസ്സൊന്നുമില്ല. ഇവിടെ ഏത് നിമിഷവും റോഡ് മേൽ കൈ കാണിച്ചാൽ നിങ്ങൾക്ക് ബസ് കിട്ടും, എല്ലാം കിട്ടും. അന്നൊന്നും കിട്ടില്ല, മുഴുവൻ നടക്കണം. നടക്കാനാണെങ്കിൽ പുഴക്കാണെങ്കിൽ പാലമില്ല. വെള്ളം ഏറിക്കഴിഞ്ഞാൽ അക്കരെ നിന്നാൽ അക്കരെ തന്നെയാണ്, ഇക്കരെ നിന്നവൻ ഇക്കരെ തന്നെയാണ്. നരിപ്പറ്റ വയൽ കൂടി മുഴുവൻ നടന്നിട്ട് വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ നടന്നു പോയി പഠിക്കണം. അന്ന് സാമ്പത്തികമായി വളരെ പരാധീന, എല്ലാത്തിനും വളരെയധികം വിഷമാണ്. വേണ്ടപ്പെട്ട തരത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവും അന്നത്തെ സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു സ്കൂൾ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളെങ്ങനെ പോയി എന്നൊക്കെ ചോദിക്കും. എന്നെ ചിലർ നിർബന്ധിച്ചിട്ട് പോയതാണ്. അത് തന്നെ, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് പോയതല്ല. എന്നെ നിർബന്ധിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പോയതാണ്. അന്ന് ആധാരം വായിക്കാൻ ആളറിഞ്ഞുകൂടാത്തൊരു കാലമായിരുന്നത്. നിങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ആധാരം വായിക്കാൻ ആളെ കിട്ടണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോയി നടക്കണം, അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ ആധാരം പഠിപ്പിക്കാനെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളൊരു ധാരണ എൻ്റെ വീട്ടിൽ ഏട്ടന്മാർക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവർ ഒരു മൗനാനുവാദം തന്നതിൻ്റെ പേരിലാണ് വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ പോയി പഠിച്ചത്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു മുണ്ടും കുപ്പായവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ മാക്സിമം ഉണ്ടായാലും 2 ഉണ്ടാവും. നിങ്ങളെ കാലവും ഇന്ന് താരതമ്യപ്പെടുത്തി വെക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വരുന്നൊരു കുട്ടിയുണ്ട്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ അടുത്താണ് വാണിവേലി. നിങ്ങൾക്കറിയാവുന്നറിയില്ല. അവിടെ ആ കുട്ടീനെ എല്ലാം പിതാവ് കാറ് കൊണ്ടുപോയിട്ട് ഇറക്കിക്കല, സൈക്കിളിൽ കൊണ്ടുപോയിട്ട് ഇറക്കല. ഇങ്ങനെയാണ് ഏതാണ്ട് എല്ലാ കുട്ടികളും. ഓരോരോ വീട്ടിലും വാഹനങ്ങൾ വന്ന് നിർത്തി അവിടെ കയറി വന്നിട്ട് ഇവിടെ ഇറക്കുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുകയാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് വാഹനം പോട്ട് ഒന്നുമില്ല, എല്ലാം മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും പക്ഷേ ആകെപ്പാട് വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു ദിവസത്തേക്ക് ചെലവിന് തരുക ഒരണയാണ്. ഒരണ എന്ന് പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ വാല്യൂ 6 പൈസയാണ്. ഒരണക്ക് ഒരു 2.25 ചായയും കിട്ടും, ബാക്കിക്ക് കിട്ടും. അങ്ങനെയുള്ളൊരു കാലത്ത് പഠിച്ചതാണ്. അവിടെ പഠിച്ചാൽ, വട്ടോളി പഠിച്ചാൽ, ഞാനൊക്കെ ഒരു മുസ്ലിം ആയതുകൊണ്ട് നമസ്കരിക്കണമെങ്കിൽ ഇങ്ങനെ അമ്പലക്കുളങ്ങര നടന്നു വരണം. വിടൂല, നമസ്കരിക്കും. അമ്പലക്കുളങ്ങര വരെ ഓടി വന്ന് നമസ്കരിക്കും. നെരിക്കുണ്ടൻ ചാലാണ് പള്ളിയുള്ളത്, ജുമാഅത്ത് പള്ളി. വെള്ളിയാഴ്ചയാണെങ്കിൽ അവിടെ വരെ ഓടിപ്പോയിട്ട് അവിടെ നിന്ന് നമസ്കരിക്കും. ഒക്കെ ഒരു കറേജിയസാണ്. എന്നിട്ടും പിന്നോട്ട് പോയില്ല, എല്ലാം മുന്നോട്ട് തന്നെ. നോമ്പ് 30 നോക്കും. ഈ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ല. ഉമ്മ ഒരു 10 കിട്ടുകയെന്ന് അത് രാവിലെ അതും തിന്നിട്ട് അങ്ങ് നടത്തും തന്നെയാണ്. ഇങ്ങനെയാണ് പഠിച്ചത്. പുസ്തകാലയം വേണ്ടതൊന്നും കിട്ടൂല, വസ്ത്രാലയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് അന്ന് പഠിച്ചത്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം വന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ സൗകര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെ കണ്ണിൻ്റെ ചോട്ടിൽ ഇന്ന് മദ്രസകളുണ്ട്, കണ്ണിൻ്റെ ചോട്ടിൽ സ്കൂളുകളുണ്ട്. ദൂരെ എവിടെയും പോയി പഠിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായത് നിങ്ങളുടെ മുൻ തലമുറ എന്നെപ്പോലുള്ള ഭാഷന്മാർ വളരെയധികം അധ്വാനിച്ചതിൻ്റെ പേരിലാണ് ഇന്നത്തെ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിക്കണം.
നാളെ നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു തലമുറ ഉണ്ടാവാൻ പോവുകയാണ്. അവർ നിങ്ങളെ ശപിക്കുന്നവരായി പോകരുത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് നിങ്ങൾ ഇന്ന് ഒരു തീരുമാനമെടുക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സർ, എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വിദ്യാർത്ഥികളെയും ഇന്നത്തെ വിദ്യാർത്ഥികളെയും താരതമ്യം ചെയ്യുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ വിദ്യാർത്ഥികളും ഞാനുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളും ഞാനുമായിട്ട് ഒരു ബന്ധവും കാണുന്നില്ല. നിങ്ങളിപ്പോൾ ഈ വിളിച്ചൊരു ബന്ധം മാത്രമേ നിങ്ങളും ഞാനുമായിട്ട് കാണുന്നുള്ളൂ. അപ്പം നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ചിന്തിക്കാനൊന്നും എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ കാലത്തെ വിദ്യാർത്ഥികൾ, എനിക്കവരോട് വളരെ സ്നേഹമാണ്. അവരെന്നെയും ഞാൻ അവരെയും വളരെയധികം സ്നേഹിച്ചവരാണ്. അതിൻ്റെ അനുഭവം എനിക്കിന്നും സാക്ഷിയാണ്. കാരണം പലപ്പോഴും പലയിടത്ത് കണ്ടാലും ഓടി വന്ന് കുത്തിപ്പിടിച്ച് ഒരുപാട് അന്നത്തെ കാലത്തെ ചരിത്രങ്ങൾ എന്നോട് അവരാവർത്തിക്കാറുണ്ട്. അധികവും ആവർത്തിക്കാറ് എൻ്റെ അസംബ്ലി പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെയാണ്. അവർ തന്നെ ഓടി വന്നിട്ട് ഞാനൊന്നും ചോദിക്കാതെ. വാണിമേൽ എക്കാലത്തും വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുമ്പിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പെൺകുട്ടികളാണല്ലോ. അപ്പോൾ അന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരുന്നു? വാണിമേൽ കാലത്ത് വിദ്യാഭ്യാസം ഉയർന്നു വന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ്. ആണുങ്ങൾക്കും ഒരു 15 കൊല്ലത്തിന് മുമ്പ് വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആദ്യം ഇവിടെ 3-4 മാഷന്മാരാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ 3-4 മാഷന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വാണിമേൽ MUP സ്കൂളിൻ്റെ ഹെഡ് മാഷ് PV ആലി മാഷ്, ആദ്യമുള്ളൊരു മാഷാണ്. പിന്നെ രണ്ടാമത് കിഴക്കയിൽ മായൻകുട്ടി, ഇവിടുത്തെ ഭൂമിവാതുക്കൽ സ്കൂളിൻ്റെ മാനേജർ കിഴക്കയിൽ മായൻകുട്ടി മാഷ്, മടവംപൊയിൽ കുഞ്ഞമ്മദ് മാഷ്. പിന്നെ ഇവിടുത്തെ ഹെഡ് മാഷായി പിരിഞ്ഞ അബ്ദുൽ മജീദ് മാഷിൻ്റെ പിതാവ് കുഞ്ഞബ്ദുള്ള മാഷ്. പിന്നെ BM കുഞ്ഞമ്മദ് മാസ്റ്റർ, CH കുഞ്ഞബ്ദുള്ള മാഷ്. ഇവരെ മാഷ് തൈവിളയിൽ മൊയ്തു മാഷ്. ഇവരെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മാഷന്മാരായി കണ്ട ജോലി ആൾക്കാർ ഇതാണ്. പിന്നെ ആർക്കും അത്ര വിദ്യാഭ്യാസമില്ല, എഴുതാനും വായിക്കാനൊന്നും അറിയുന്നവരായിരുന്നില്ല. ഇവിടുത്തെ ആണുങ്ങളും, നിങ്ങൾ പെൺകുട്ടികളെ പറഞ്ഞല്ലോ, പെൺകുട്ടികളെ അടക്കട്ടെ, ആണുങ്ങൾ അത് തന്നെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ആ മാഷന്മാർ തന്നെ ഇവിടെ ഉണ്ടായത്. ഇവിടെ നിന്ന് ആരും പ്രോത്സാഹനം നടത്തിയിട്ടില്ല. എടത്തനാട്ടുകാരനായ ഒരു മൗലവി ഇവിടെ വന്നു. അദ്ദേഹം ഓരോ വീട്ടിലും കയറി ഇറങ്ങി വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിൻ്റെ ശേഷമാണ് ഈ ആലി മാഷ മലപ്പുറത്തേക്ക് പറഞ്ഞയച്ചു, രക്ഷിതാക്കന്മാരെ നിർബന്ധിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാഷന്മാരെന്ന് പറഞ്ഞാൽ ESLC എന്നാണ് പറയുക. 8ാം തരം വരെ പഠിച്ചാൽ മാഷന്മാരാവായിരുന്നു. ട്രെയിനിങ്ങും കഴിച്ചാൽ, TTC കഴിച്ചാൽ 8ാം തരം വരെ പഠിക്കേണ്ടെന്ന് മാഷക്ക്. ഈ ആലി മാഷൊഴികെ ബാക്കി എല്ലാവരും 8ാം തരം പഠിച്ച TTC മാഷന്മാരായിരുന്നു. ആലി മാഷ് മലപ്പുറം പോയിട്ട്, അത് പണിക്കരായിട്ടുള്ള കുറച്ച് സാമ്പത്തിക സഹായം കൂടുതൽ കാര്യമുള്ള ആളാണ്, മലപ്പുറം പോയിട്ട് പഠിച്ചിട്ട് 10ാം തരം പഠിച്ച് അങ്ങനെ TTC ബസ്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. ഇത് ഉണ്ടാക്കിയത് ആ മർഹൂം കുനിയിൽ ഉസ്താദ് എന്ന മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രേരണ മൂലമാണ് ഇവരുണ്ടായത്. ഇവരിൽ നിന്നാണ് ഞങ്ങൾക്കൊക്കെ പ്രചോദനം കിട്ടിയത്. ഈ പ്രചോദനം മൂലമാണ് ആദ്യമായി ഇവിടുന്ന് കോളേജിൽ പോയവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കോളേജ് വിദ്യാഭ്യാസം സിദ്ധിച്ചത് ഒന്ന് ഞാൻ, പ്രൊഫസർ അബ്ദുള്ള സാഹിബ്, ഡോക്ടർ AK കുഞ്ഞബ്ദുള്ള, അഡ്വക്കേറ്റ് അഹമ്മദ് കുട്ടി സാഹിബ്, PK അഹമ്മദ് കുട്ടി സാഹിബ്, അങ്ങനെ പിന്നെ എൻ്റെ അക്കൂട്ടത്തിൽ N മൊയ്തു മാഷ്, പിന്നെ ഇങ്ങനെ കണ്ട ആൾക്കാരൊക്കെ ആദ്യം കോളേജിൽ പോയവരിൽ പെട്ട ആൾക്കാരാണ്. അങ്ങനെയാണ് ഇവിടെ കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചവർ ഉണ്ടാവുന്നത്. അതാണുങ്ങളുടെ സ്ഥിതി. പെണ്ണുങ്ങളെ കാര്യം പിന്നെ തീരെ പറയണ്ട. അന്ന് പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടായിരുന്നില്ല, പഠിക്കാൻ തീരെ പാടുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടുണ്ടായിരുന്നില്ല. ആണുങ്ങളെ തന്നെ നിരോധിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പോകുമ്പോൾ നമ്മൾക്കെതിരായിട്ടുള്ള പല പ്രസംഗങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ശേഷം സ്ത്രീകൾ, 10
ഒന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ ഹൈസ്കൂൾ എന്നാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് അന്ന് നമ്മൾ ഈ സ്കൂളിൻ്റെ ചിഹ്നം ഉണ്ടാക്കുമ്പോൾ വളയിട്ടവൻ ഒരു കൈ കാണും നീളയുന്നതിന്. ഇപ്പോൾ ഉണ്ടോയെന്നും ഞാൻ അറിയില്ല, നിങ്ങൾ നോക്കിക്കൊന്നറിയില്ല. ക്രിസ്ത്യൻ ഹൈസ്കൂളിൻ്റെ ചിഹ്നം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കൈയുണ്ട്, കൈമേൽ രണ്ട് വളയുണ്ട്. സ്ത്രീകളെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി അതിന്മേൽ വെച്ചിട്ടുള്ള ഒരടിയാളമുണ്ട്. അതിപ്പുണ്ടോ ഞാൻ അറിയില്ല, ഞാനുള്ളപ്പോൾ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വളരെയധികം സൗകര്യമൊരുക്കി, ഇവിടെ ഒരുക്കിയിട്ടും പിന്നെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റു ജോലിക്ക് പോകാനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 10 വരെ അങ്ങ് എത്തിയെന്ന് പറയാമെന്നുള്ള നിലക്ക് കുറേ കാലം പഠിപ്പിച്ചിരുന്നു. പിന്നെ അതങ്ങോട്ട് പോയി. പിന്നെ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി, ഒരു ജോലിയൊക്കെ ആയി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് പഠിപ്പിച്ച ടീച്ചറുണ്ടല്ലോ, ആസ്യ ടീച്ചർ ഇവിടുന്ന് റിട്ടയർഡായിപ്പോയാൽ ആസ്യ ടീച്ചർ വന്ന് എൻ്റെ മകളൊക്കെ ജോലിയിലായി, 2 കുട്ടികൾ 3 പെൺകുട്ടികൾ ജോലിയിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇതൊരാവശ്യമാണ് അപ്പോൾ തോന്നി തുടങ്ങി. അപ്പോൾ അങ്ങനെ കൂടുതൽ പെൺകുട്ടികളങ്ങ് ആകർഷിക്കാനും. ഇന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, നമ്മുടെ വീടിൻ്റെ അടുക്കള ഏതാണ്ട് എല്ലാ അടുക്കളയിലും ഓരോ ഡോക്ടർമാരുണ്ട് കേട്ടോ. പരിശോധിച്ച് നോക്കാൻ എഞ്ചിനീയർമാരുണ്ട് കേട്ടോ. ഇപ്പം പണ്ടൊന്നും പത്രം വായിക്കുന്ന അറിഞ്ഞൂടാഞ്ഞ്. ഇന്ന് പത്രം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ട് അമ്മിക്ക് സ്വിച്ചിട്ടിട്ട് ആയിരിക്കും. അങ്ങനത്തെ ഒരു ലോകമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എത്ര മാറിപ്പോയി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഈ മാറ്റം ചില്ലറയാണോ? അല്ല. അതാണ് വിദ്യാഭ്യാസം. നിങ്ങളും ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിലും ഉയർന്നൊരു സ്റ്റേജ് നിർമ്മിക്കണം. കുറച്ചുകൂടി മത്സരിച്ച് മുന്നേറാൻ ആൺകുട്ടികളെക്കാളും ഇപ്പോൾ ഞാൻ ശേഷി കാണുന്നത് ക്രിസ്ത്യൻ ഹൈസ്കൂളിലെ പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് പണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ, ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു. അതുമാത്രമാണ് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാണ്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു സിവിൽ സർവീസിലുള്ള ആൾക്കാരെ ഒരാളെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു.